വരച്ചു ചേർത്ത് ശ്രദ്ധ നേടുകയാണ് മലപ്പുറം വളാഞ്ചേരി വെണ്ടലൂർ സ്വദേശിനിയായ സിന്ധു സപ്തവർണ. 9.5 മീറ്റർ നീളമുള്ള സാരിയിലാണ് കോസ്റ്റ്യൂം ഡിസൈനർ കൂടിയായ സിന്ധു അതിജീവനത്തിന്റെ 20ഓളം ചിത്രങ്ങൾ വരച്ചിട്ടത്. പേപ്പറിലോ ചുമരിലോ അല്ല, 18 മുഴം സാരിയിലാണ് കോവിഡ് വ്യാപനത്തെ ഘട്ടം ഘട്ടമായി സിന്ധു വരച്ചിരിക്കുന്നത്. ഒന്ന് കണ്ണോടിച്ചാൽ വുഹാൻ മുതൽ കേരളം വരെയുള്ള കോവിഡിന്റെ യാത്ര ഈ സാരിയിൽ കാണാം. വുഹാൻ മാർക്കറ്റിൽ നിന്ന് കൊറോണ വൈറസ് ലോകത്തിന്റെ 3 ഭാഗങ്ങളിലേക്ക് വിമാനത്തിൽ സഞ്ചരിക്കുന്നതാണ് ആദ്യ ചിത്രം. പിന്നീട് ഇറ്റലി, അമേരിക്ക, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലൂടെ കടന്നുപോയി ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത മുംബൈയാണ് അടയാളമായി സിന്ധു നൽകിയത്. കേരള കർണാടക അതിർത്തിയിൽ റോഡ് മണ്ണിട്ടുയർത്തിയതും ആരോഗ്യ പ്രവർത്തകർ ചെയ്യുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളുമെല്ലാം ഈ സാരിയിലുണ്ട്. കലയിലൂടെ ആരോഗ്യ പ്രവർത്തകർക്ക് എങ്ങനെ ഐക്യദാർഢ്യം നൽകുമെന്ന ആലോചനയിൽ നിന്നാണ് സിന്ധു ഈ ചിന്തയിലേക്ക് എത്തിയത്. നോർമലി സാധാരണ 5.25 സാരിയുടെ നീളം ഉണ്ടായിരിക്കുക. ഇത് ഞാൻ പ്രത്യേകം തയ്യാറാക്കി എടുപ്പിച്ചതാണ്. അതായത് കുത്താമ്പള്ളിയിൽ നിന്ന് ഞാൻ തയ്യാറാക്കി എടുപ്പിച്ചതാണ്. അതിൻ്റെ സാരിയുടെ ഒരു നീളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ് ബ്രാഹ്മണർ ഉപയോഗിക്കുന്ന ഒരു സാരിയാണ് 18 മുഴം ചേല. അപ്പോൾ ആ 18 മുഴം ചേലേനെ നമ്മൾ മലയാളത്തിലേക്ക്, അതായത് നമ്മുടെ കേരളത്തിൻ്റെ ശൈലിയിലേക്ക് ആക്കി എടുത്തതാണ്. എന്നിട്ടാണ് അതിൽ ഈ കോവിഡിനെ പറ്റിയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി വരച്ചു തുടങ്ങി സപ്തവർണ്ണങ്ങളോട് പൂർത്തിയാക്കിയ ചിത്രങ്ങൾ മാസ്കും ഗ്ലൗസും ധരിച്ച ഭൂമിയെ ഗർഭത്തിൽ ചുമക്കുന്ന ഒരമ്മയുടെ കണ്ണിലെ തെളിച്ചത്തിലൂടെയാണ് അവസാനിക്കുന്നത്. സാരിയുടെ ബോർഡറിൽ മാസ്കും സാനിറ്റൈസറും ഹാൻഡ് വാഷും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിജീവനത്തിന്റെ സൂചകമാണ് ഈ ചിത്രങ്ങൾ. എൻഡിലെ ചിത്രം എന്ന് പറയുന്നത് കോവിഡ് ഇതുവരെയായിട്ടും അവസാനിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള എൻഡാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അത് വന്നിട്ട് ഒരു മാസ്കും ഗ്ലൗസും ഇട്ടിട്ട് ഭൂമിനെ ഗർഭം ധരിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അങ്ങനെ ഒരു അമ്മ എങ്ങനെ ഒരു കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നോ അതുപോലെ ഇനിയെങ്കിലും ഭാവിയിലെങ്കിലും നമ്മൾ ഭൂമിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള വലിയ വലിയ മഹാമാരികൾ ഇനിയും വന്നേക്കാം. അതുകൊണ്ട് ഇനിയെങ്കിലും ഭൂമിനെ കെയർ ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റത്തെ മെസ്സേജ്. 10 വർഷത്തോളമായി കോസ്റ്റ്യൂം ഡിസൈനറായി പ്രവർത്തിക്കുന്ന സിന്ധു വളാഞ്ചേരിയിലും തൃശൂരുമായി സ്ഥാപനം നടത്തിവരികയാണ്. തൃശൂർ ലളിതകലാ അക്കാദമിയിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനൊരുങ്ങുകയാണ് സിന്ധു. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അടക്കം നിരവധി റെക്കോർഡുകളും സിന്ധു ഇതിനകം സ്വന്തമാക്കിയിട്ടുണ്ട്. പെൻസിൽ ലെഡിൽ പ്രകടിപ്പിച്ച കരവിരുതിൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കുകയാണ് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിനി യദുപ്രിയ. പരമോന്നത സൈനിക ബഹുമതിയായ പരമവീരചക്ര ലഭിച്ച 21 ധീരസൈനികരുടെ പേരുകൾ കൊത്തിയെടുത്താണ് യദുപ്രിയ റെക്കോർഡുകളുടെ കൊടുമുടി കയറിയത്. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ യദുപ്രിയയ്ക്ക് വഴങ്ങാത്ത കലകളില്ല. പഠനത്തിന്റെ ഇടവേളകളിൽ സംഗീതവും ചിത്രരചനയുമായി കഴിയുന്ന യദുപ്രിയ ലോക്ക്ഡൌൺ കാലത്താണ് ചില വേറിട്ട കലാമേഖല തിരഞ്ഞെടുത്തത്. പെൻസിൽ ലെഡിൽ പേരുകൾ കുത്തിയെടുക്കുന്ന പെൻസിൽ കാർവിങ്ങിന് യദുപ്രിയ സമയം കണ്ടെത്തി. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത സൈനികർക്കായി സമർപ്പിച്ച നിമിഷങ്ങളായിരുന്നു അവ. പരമവീരചക്ര ലഭിച്ച 21 സൈനികരുടെ പേരുകൾ ലെഡിൽ കൊത്തിയെടുത്തതോടെ മൈക്രോ ആർട്ടിലെ ബുക്ക് ഓഫ് ഇന്ത്യയിൽ ഇടം നേടി. ഒട്ടും താമസിയാതെ
ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം പിടിച്ചു. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ പെൻസിൽ ഫുള്ള് പൊട്ടിപ്പോവുക, പിന്നെ നൈഫ് ഭയങ്കര മൂർച്ചയുള്ള നൈഫായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല കൈകാര്യം ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണമായിരുന്നു. കുറേ കൈ മുറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ വിഷമമായിരുന്നു. പിന്നെ ചിലതൊക്കെ പേരുകൾ കൊത്തി അവസാനമാകുമ്പോൾ പൊട്ടിപ്പോയതും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വീണ്ടും ട്രൈ ചെയ്യുന്നതായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ട് അയച്ചു കൊടുത്തു. അവരത് അക്സെപ്റ്റ് ചെയ്തു. ബിടെക് കഴിഞ്ഞ് സംഗീത പഠനത്തിൽ ശ്രദ്ധ കൂടുതൽ കൊടുത്തിരുന്ന സമയത്താണ് അമ്മയ്ക്ക് അർബുദ രോഗം ബാധിച്ചത്. ഇതോടെ കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരിയുടെ കീഴിലുണ്ടായിരുന്ന സംഗീത പഠനം മുടങ്ങി. അങ്ങനെ വീട്ടിലിരുന്ന് ചിത്രരചനയിൽ സജീവമായി. എണ്ണച്ചായത്തിലും ജലച്ചായത്തിലും മികവ് തെളിയിച്ച യദുവിന്റെ മൂറൽ പെയിന്റിങ്ങിനും ആരാധകർ ഏറെയുണ്ട്. വരച്ച ചിത്രങ്ങൾക്ക് നിരവധി ആവശ്യക്കാർ എത്തിയതോടെ തന്റെ കലാമികവ് കുടുംബത്തെ സഹായിക്കാൻ കൂടി ഉപകരിക്കുമെന്ന് യദു മനസ്സിലാക്കി. ഞാൻ ചെറുപ്പം തൊട്ടേ വരക്കാറുണ്ടായിരുന്നു, ചെറുതായിട്ടൊക്കെ വരക്കാറുണ്ടായിരുന്നു. മ്യൂസിക്കിനോടും താല്പര്യമുണ്ടായിരുന്നു. ഡ്രോയിങ് പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ വർക്കുകളൊക്കെ കണ്ടിട്ട് അതുപോലെ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പേരാമ്പ്ര മുയിപ്പോത്തെ ധന്യാപുരിയിൽ വേലായുധന്റെയും ശോഭയുടെയും മകളാണ് യദുപ്രിയ. ഭക്തിഗാന ആൽബത്തിലും റിലീസ് ചെയ്യാനിരിക്കുന്ന ഒരു സിനിമയിലും പാടിയിട്ടുള്ള യദു ഇപ്പോൾ നാട്ടിലെ താരമാണ്. இந்த உலகத்தில் நான் இல்லை என்னை இழந்து விட்டார் அந்த மலரிலும் தேனில்லை இது கனவா இல்லை நினைவா என்னை கேளு உண்மை தெளிந்தேன் உன்னை பார்த்தேன் தாய்மொழி மறந்தேன் கண்ணாடானே எனது கண்ணை நேற்றோடு காணலே என் கண்களை பறித்து கொண்டும் ஏனிന്നും பேசவில்லை. കൊച്ചിയിലെ വ്യത്യസ്തനായ ഒരു ബാർബറെ പരിചയപ്പെടാം ഇനി. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇവിടെ സൗജന്യമായി മുടി വെട്ടി നൽകും. കോവിഡ് കാലമായതിനാലാണ് ഈ പ്രത്യേക ഓഫർ. കോവിഡ് കാലത്ത് നന്മയുടെ ഒരുപാട് മുഖങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. അതിജീവനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ കൊച്ചിയിലെ ഈ വ്യത്യസ്തനായ ബാർബറെ തിരിച്ചറിയാതെ പോകരുത്. ഇത് എറണാകുളം കത്രിക്കടവുള്ള കിങ് സ്റ്റൈൽ സലൂൺ. കത്രിക്കടവ് സ്വദേശി ഗോപിയാണ് കടയുടമ. 14 വയസ്സ് വരെയുള്ള കുട്ടികൾ ഈ സലൂണിലെത്തിയാൽ സൗജന്യമായി മുടിവെട്ടി മടങ്ങാം. കോവിഡ് കാലത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് തന്നാലാകുന്ന സഹായം ചെയ്യുകയാണ് ഗോപിയുടെ ലക്ഷ്യം. ഈ മഹാമാരി പടർന്നു പിടിച്ചത് കാരണം സമൂഹത്തിൽ ഒരു വിഭാഗം ജനങ്ങൾ വളരെ, ഞാനുൾപ്പെടെ വളരെ ദാരിദ്ര്യവും കഷ്ടത അനുഭവിക്കുന്നു. തൊഴിൽ മേഖല ഒക്കെ സ്തംഭിച്ച് കിടക്കുന്നു, വ്യാപാര മേഖലകൾ സ്തംഭിച്ച് കിടക്കുന്നു. അതുകൊണ്ട് ഇതിന് ഒരു സഹായം എന്നുള്ള, ജനങ്ങൾക്കൊരു സഹായം എന്നതിനുള്ള ഒരു എളിയ എൻ്റെ ഒരു സഹായം ഇത്ര മാത്രമേ ഉള്ളൂ. മഹാമാരി തീരുന്നത് വരെ ഇത് തുടർന്നുണ്ട്. എറണാകുളത്ത് 3 ബാർബർ ഷോപ്പുകളുണ്ട് ഗോപിക്ക്. ഈ സലൂണുകളിലും ഈ ഓഫർ ലഭ്യമാണ്. എല്ലാ പിന്തുണയുമായി സലൂണിലെ ജീവനക്കാരും ഒപ്പമുണ്ട്. ഈ പ്രതിസന്ധിയിൽ ഇദ്ദേഹം ഇങ്ങനെ മനസ്സ് തുറന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സ്റ്റാഫുകളായ ഞങ്ങൾ വളരെയധികം സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആര് വന്നാലും, കുട്ടികൾ വന്നാലും വലിയവർ വന്നാലും പൈസയുടെ കാര്യത്തിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ ചെയ്തു കൊടുക്കുന്നുണ്ട്. സർവീസ് ചാർജിനേക്കാളും 10, 20, 30 കുറഞ്ഞാലും സന്തോഷമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ആരോടും വാശി പിടിക്കാറില്ല. കുട്ടികൾക്ക് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കറക്റ്റായിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട്. പല പിള്ളേരും വന്നു പോകുന്നുണ്ട്. സ്റ്റാഫിനൊക്കെ വളരെ സന്തോഷം, വരുന്ന കുട്ടികൾക്കും വളരെ സന്തോഷം. ഒരു അരമണിക്കൂറിന് മുൻപ് വരെ ഒരു കുട്ടി ഒന്ന് മുടി വെട്ടിയിട്ട് പോയി, വളരെ സന്തോഷത്തോടു കൂടി പോയി. നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തി. 5 വർഷമായി ഗോപി ഈ മേഖലയിലെത്തിയിട്ട്. ഇങ്ങനെയുള്ള മനുഷ്യർ നമുക്കൊപ്പമുള്ളപ്പോൾ എങ്ങനെയാണ് നാം തോറ്റുപോവുക? ഈ പ്രതിസന്ധിയെയും നാം അതിജീവിക്കുക തന്നെ ചെയ്യും. കൊച്ചിയിൽ നിന്ന് വിനീത VG, ന്യൂസ് 18. പാലക്കാട് ചിറ്റൂരിൽ പ്രസവിക്കാത്ത പശു പാൽ ചുരുത്തുന്നു.
ചിറ്റൂർ സ്വദേശി നാരായണന്റെ 2.5 വയസ്സുള്ള സങ്കര ഇനം പശുവാണ് പ്രസവിക്കുന്നതിന് മുൻപേ 2 ലിറ്ററോളം പാൽ ചുരത്തുന്നത്. വ്യത്യസ്തമായ ആ വാർത്തയിലേക്ക്. പാലക്കാട് ചിറ്റൂർ മല്ലൻചള്ളയിലാണ് ഈ അപൂർവ കാഴ്ച. നാരായണന്റെ 2.5 വയസ്സുള്ള പശു പ്രസവിക്കുന്നതിന് മുമ്പേ പാൽ ചുരത്തി തുടങ്ങിയത് വീട്ടുകാരെ മാത്രമല്ല നാട്ടുകാരെയും അത്ഭുതപ്പെടുത്തുന്നു. ജനുവരിക്ക് ശേഷം ഇങ്ങനെ മടി ഇങ്ങനെ താഴെ വന്നുകൊണ്ടിരുന്നേ. അപ്പോൾ മടി താഴെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ നീര് കെട്ടാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിനെ കൊണ്ടുപോയി ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മടിയിൽ പാലുണ്ട്, പക്ഷെ അത് നീര് കെട്ടാകാം, എങ്കിലും അതൊന്ന് 4 കാമ്പും ഒന്ന് കറന്നു വിടുകയും പറഞ്ഞു. അപ്പോൾ അത് 4 കാമ്പും കറന്നപ്പോൾ 10-20 ദിവസം കറന്നപ്പോൾ പിന്നെ പാൽ കൂടി വരാൻ തുടങ്ങി. കൂടി വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ അത് ഉപയോഗിക്കാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു പാൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്, എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ദിവസേന 2 ലിറ്ററോളം പാൽ കിട്ടുന്നുണ്ട്. പാലിന് രുചിവ്യത്യാസം ഒന്നുമില്ലെന്ന് നാരായണൻ പറയുന്നു. പശുവിന്റെ അകിടിൽ മാറ്റം വന്നു തുടങ്ങിയപ്പോൾ മറ്റെന്തെങ്കിലും രോഗമാകുമെന്നാണ് കരുതിയത്. എന്നാൽ പാൽ ചുരത്തി തുടങ്ങിയതോടെ അത്ഭുതമായി. പിന്നെ ഞങ്ങൾ അത് ഉപയോഗിക്കാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു പാൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്, എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു 2 വയസ്സ് കഴിയും. ഇപ്പം ഞങ്ങൾ എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പാൽ കൊണ്ട് എന്തൊക്കെ ഉപയോഗിക്കുക അത് എല്ലാത്തിനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോർമോണിലുള്ള വ്യതിയാനം മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും ഇത് അപൂർവമാണെന്നും വിദഗ്ധർ പറയുന്നു. ഇതിന് കാരണം ഈ പശുക്കളുടെ തലച്ചോറിൽ സംഭവിക്കുന്ന ഹോർമോൺ വ്യതിയാനങ്ങളാണ്. നമ്മുടെ ഈ സങ്കരയിനം പശുക്കൾ, ജേഴ്സി ബ്രൗൺസ്, ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ എന്നീ സങ്കരയിനം പശുക്കളുടെ ഒക്കെ ഭക്ഷണത്തിൽ അമിതമായി കലരുന്ന യൂറിയ എന്ന് പറഞ്ഞാൽ അത് ഫാക്ടറി തീറ്റ വഴി, അതേപോലെ തന്നെ നമ്മുടെ ഈ ഫോഡർ കാലിത്തീറ്റ, പുല്ലും അതേപോലെ തന്നെ വൈക്കോലിലും ഒക്കെ അമിതമായി കലർന്നിട്ടുള്ള യൂറിയ, മൊളാസസ് എന്നിവ കാരണം ഈ പശുക്കളുടെ ഹോർമോണിലുണ്ടാകുന്ന വ്യതിയാനമാണ് ഇങ്ങനെ ഒരു പ്രതിഭാസത്തിന് കാരണം. മാർച്ച് മുതൽ ദിവസേന പാൽ കറക്കുന്നുണ്ട് നാരായണൻ. എന്നാൽ ഇപ്പോൾ പശു 2 മാസം ഗർഭിണിയാണെന്നും 1 മാസം കൂടി കഴിഞ്ഞാൽ കറവ നിർത്തുമെന്നും ഇദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. ശബ്ദഗാംഭീര്യത്തിന്റെ ഉടമയായ കോഴിക്കോട് ചേവരമ്പലം സ്വദേശി സൗരവ് കിഷന്റെ ഗസൽ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇപ്പോൾ. ചൈനയിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായ സൗരവിന്റെ സംഗീത സാന്ദ്രമായ ജീവിത വഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. तेरी आँखों के सिवा दुनिया में रखा क्या है, तेरी आँखों के सिवा दुनिया में रखा क्या है, ये उठे सुबह चले, ये झुके शाम ढले, मेरा जीना मेरा मरना इन पलकों के तले, तेरी आँखों के सिवा दुनिया में. സൗരവ് കിഷൻ കോഴിക്കോടിന് വീണുകിട്ടിയ മുഹമ്മദ് റാഫി എന്ന് വാഴ്ത്തിപ്പാടുന്നു സോഷ്യൽ മീഡിയ. അഭിനന്ദനവുമായി എത്തിയവരിൽ ശങ്കർ മഹാദേവനും ആനന്ദ് മഹീന്ദ്രയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. पलकों की गलियों में चेहरे बहारों के हंसते हुए है, मेरे ख्वाबों के क्या क्या नगर इनमें बसते हुए. पलकों की गलियों में चेहरे बहारों के हंसते हुए, ये उठे सुबह चले, ये झुके शाम ढले, मेरा जीना मेरा मरना इन पलकों के तले. സൗരവിന്റെ ചേവരമ്പലത്തുള്ള വീട്ടകം റാഫി ഇശലുകളാൽ സംഗീത സാന്ദ്രമാണ്.
3.5 വയസ്സ് മുതൽ ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും പരിശീലിക്കുന്നുണ്ട്. ചൈനയിലെ ഷിങ്ജോങ്ങിൽ അവസാന വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയായ സൗരവ് കിഷൻ ഫെബ്രുവരിയിലാണ് നാട്ടിലെത്തിയത്. കോവിഡ് കാലത്ത് ആലപിച്ച ഗസൽ വൈറലായി. तेरी आँखों के सिवा दुनिया में रखा क्या है, ये उठे सुबह चले, ये झुके शाम ढले, मेरा जीना मेरा मरना इन्हीं पलकों के तले. വാട്സാപ്പിൽ വൈറലായത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നല്ല സന്തോഷിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ കിടന്ന് രാവിലെ എണീച്ച് നോക്കുമ്പോണ്ട് പിന്നെ ഓരോ ഇതിലും ഇങ്ങനെ ഫോളോവേഴ്സും പിന്നെ എനിക്കിങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ ആനന്ദ് മഹീന്ദ്ര സാറ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം. ഇത് പിന്നെ ഈ ഒരു കോഴിക്കോടിന്റെ റാഫി എന്നൊക്കെയുള്ള രീതിയിലാണ് ആളുകൾ. അയ്യോ എനിക്ക് ഈ കോഴിക്കോടിൽ ജനിക്കാൻ പറ്റിയത് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം. അത്രയും സപ്പോർട്ട് എനിക്ക് ഇപ്പോഴത്തെ ആൾക്കാർ തരുന്നുണ്ട്. മനരെ तो काहे ना देर धरे, वो निर्मोही मोह न जाने, जिनका मोह करे, ओ मन रे तो काहे ना देर धरे. മെഹ്ഫിലുകളും പതിവ് ഒത്തുചേരലുകളും വെളുക്കുവോളമുള്ള പാട്ടുചർച്ചകളുമൊന്നുമില്ലാതെ കോഴിക്കോടിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ലെന്ന് സൗരവ് പറയുന്നു. സുനിൽ പി നെടുങ്ങാട് മിന്നിക ദമ്പതികളുടെ മകനാണ് 23-കാരനായ സൗരവ് കിഷൻ. मेरा मरना इन पलकों के तले, तेरी आँखों के सिवा दुनिया में रखा क्या है. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. दुनिया में रखा क्या है, ये उठे सुबह चले, ये झुके शाम ढले, मेरा जीना मेरा मरना इन पलकों के तले, तेरी आँखों के सिवा दुनिया में रखा क्या है. നെൽപ്പാടത്ത് പ്രതീക്ഷയുടെ ദീപനാളം ഒരുക്കുകയാണ് വയനാട്ടിലെ ജൈവ കർഷകൻ ജോൺസൺ. 25 നെൽവിത്തനങ്ങൾ ഉപയോഗിച്ചാണ് ഈ ജൈവ നെൽകൃഷി പാടത്ത് ദീപനാളത്തിന്റെ ചിത്രം മുളപ്പിച്ചത്. വയനാട് തിരുനെല്ലി പഞ്ചായത്തിലെ നെൽപ്പാടങ്ങൾ കൊണ്ട് സമൃദ്ധമായ പ്രദേശമാണ് തൃശ്ശിലേരി. ബ്രഹ്മഗിരിയുടെ താഴ്വരയിലുള്ള ഈ ഗ്രാമത്തിലെ ഭൂരിപക്ഷം പേരും നെൽകർഷകരാണ്. ഈ പാടത്താണ് കഴിഞ്ഞ 2 വർഷമായി ജോൺസൺ എന്ന ജൈവ കർഷകൻ നെൽച്ചെടി കൊണ്ട് മനോഹരമായ പാടിയാട്ട് തീർക്കുന്നത്. 25 ജൈവ നെൽവിത്തിനങ്ങളാണ് ചിത്രം മുളപ്പിക്കാൻ ഉപയോഗിച്ചത്. പാഡി ആർട്ട് ചെയ്യുമ്പോൾ ഇതിന് 2 ഗുണമുണ്ട്. ഇത് ഈ വഴി പോകുന്നു, ഇതിപ്പോൾ ഒരു മെയിൻ റോഡ് പോലെയാണ് കണക്കാക്കാം. ഇതിൽ പോകുന്ന എല്ലാവരും നിർത്തി ഫോട്ടോ എടുക്കലും അത് ആസ്വദിക്കലും അതിനെപ്പറ്റി അന്വേഷിക്കലും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇൻഡയറക്റ്റായിട്ട് നമുക്ക് പരമ്പരാഗതമായ നെൽവിത്തുകളെ പ്രോത്സാഹിപ്പിക്കാനും ഇത് ഉതകുമെന്നുള്ളൊരു ആശയം കൂടെ മനസ്സിൽ വന്നു. അപ്പോൾ അത് ഈ നെൽകൃഷിയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും ഇതുകൊണ്ട് സാധിക്കുമെന്നൊരു കാര്യം മനസ്സിലായതിനു ശേഷം ഞാനിത് കൂടുതൽ വ്യാപിപ്പിക്കുകയായിരുന്നു. കോവിഡ് കാലത്തെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ
ജൈവ ഭക്ഷ്യസുരക്ഷ പ്രധാനപ്പെട്ടതാണെന്നാണ് അധ്യാപകൻ കൂടിയായ ജോൺസൺ പറയുന്നത്. ജില്ലയിലെ വിവിധ കർഷക കൂട്ടായ്മകളെ സംഘടിപ്പിച്ച് ശുദ്ധമായ അരി ഉൽപ്പാദിപ്പിക്കാനും വിപണനം ചെയ്യാനുമുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം. ഇപ്പോൾ നമുക്ക് 2 പ്രളയം കഴിഞ്ഞു. ഇത് കൊറോണയുടെ ഒരു പശ്ചാത്തലമാണല്ലോ. എല്ലാവരും നിരാശപ്പെട്ട് എല്ലാം കൊണ്ടും നമ്മൾ തകർന്നിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലാണ്. കൂടാതെ മാനസികമായിട്ടും തകർന്നിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ആശയം, അതിന് വെല്ലുന്നൊരു ആശയം വേണമല്ലോ. അപ്പോൾ ഞാൻ ഒരു ദീപനാളം, ആ നാളം എങ്ങനെ പറഞ്ഞാലും പ്രകാശത്തിൻ്റെ പ്രതീകമാണ്, പ്രത്യാശയുടെ പ്രതീകമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ കൈവിടരുത് നമ്മുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ദീപം തന്നെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. പാടിയാട്ട് കാണാനും നിരവധി പേർ കോവിഡ് കാലത്തും തൃശ്ശിലേരി പാടത്ത് എത്തുന്നുണ്ട്. ന്യൂസ് 18 വയനാട്. പൂർവ്വ സംസ്കാരത്തിന്റെ സ്മരണയും പേറിയാണ് ഓരോ സ്മാരകങ്ങളും നിലകൊള്ളുന്നത്. ഇത്തരത്തിൽ വിവിധ കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്ന സ്മാരകങ്ങളിൽ ഒന്നാണ് ഗുരുവായൂരിലെ കുടക്കല്ലുകൾ. മധ്യശിലായുഗ കാലഘട്ടത്തിന്റെ ശേഷിപ്പുകളായാണ് ഇവയെ കരുതുന്നത്. മൃതദേഹം അടക്കം ചെയ്യുന്നതിനോ മരിച്ചവരുടെ സ്മരണാർത്ഥമോ വലിയ കല്ലുകൾ നാട്ടിയിരുന്നുവെന്നും ഒരു സമൂഹം മുഴുവൻ കല്ലുകൾ സ്ഥാപിക്കുന്നതിൽ പങ്കെടുത്തിരുന്നുവെന്നും ചരിത്രാന്വേഷകർ പറയുന്നു. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച അരിയന്നൂരിലെ കുടക്കല്ലുകൾ കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ്. എന്നാൽ മതിൽ കെട്ടി വേർതിരിച്ച് ബോർഡുകൾ നാട്ടിയതല്ലാതെ കുടക്കല്ലുകൾ സംരക്ഷിക്കാൻ മറ്റ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപവുമുണ്ട്. ന്യൂസ് 18 അരിയന്നൂർ. നാട്ടിൻപുറം അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.